നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. മിൽസ് ഓഫ് ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. തീരങ്ങൾ തേടുന്നു നയതന്ത്ര സൗഹൃദം. വ്യാപാര കരാറുകൾ ഉന്നമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദ്വീപ് രാഷ്ട്ര സന്ദർശനത്തിന്. 5 ദിവസത്തെ യാത്രാ പരിപാടിയിൽ സീഷെൽസും മൌറീഷ്യസും ശ്രീലങ്കയും. സീഷെൽസ് പ്രസിഡന്റ് ജെയിംസ് മിഷേലുമായി കൂടിക്കാഴ്ച നടത്തുന്ന മോദി അടുത്ത ദിവസം മൌറീഷ്യസ് നാഷണൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി അനറൂപ് ജുഗ്നാഥുമായുള്ള ചർച്ചയിൽ രാജ്യാന്തര ധാരണ വിഷയം. ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായി മോദിയുടെ കൂടിക്കാഴ്ച വെള്ളിയാഴ്ച. നയതന്ത്ര വിഷയങ്ങൾക്ക് പുറമെ പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗയുടെ വിവാദ പ്രഖ്യാപനവും ചർച്ചയിൽ. സമുദ്രാതിർത്തി ലംഘിക്കുന്ന ഇന്ത്യൻ മീൻപിടുത്തക്കാരെ വെടിവെക്കുമെന്ന വിക്രമസിംഗയുടെ പ്രസ്താവനയിൽ വ്യാപക പ്രതിഷേധം. ഇന്ത്യയുടെ പ്രതിഷേധം ശ്രീലങ്കയെ അറിയിച്ചതായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. തീരാത്ത വിവാദം, തോരാത്ത കലാപം. കലാപത്തിന്റെ തിരയൊതുങ്ങാതെ ആം ആദ്മി. പുറത്താക്കപ്പെട്ട പ്രശാന്ത് ഭൂഷണിനും യോഗേന്ദ്ര യാദവിനുമെതിരെ പാർട്ടി കത്ത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരുവരും പാർട്ടിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെന്ന കത്തിൽ ഉപമുഖ്യൻ മനീഷ് സിസോദിയ. ചികിത്സയിൽ കഴിയുന്ന കെജ്രിവാളിന് മൌനം. പ്രശാന്ത് ഭൂഷൺ പ്രവർത്തകരെ ഫോണിൽ വിളിച്ച് പാർട്ടിക്ക് വോട്ടു ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടതായി ആരോപണം. കെജ്രിവാളിനെതിരെ വാർത്തകൾ സൃഷ്ടിച്ചത് യോഗേന്ദ്ര യാദവ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് ഇരുവരെയും രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് പുറത്താക്കിയത് കഴിഞ്ഞ ബുധനാഴ്ച. കൂടുതൽ കടുത്ത നടപടികൾ അടുത്ത ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ. നാഥനു മുന്നിൽ ആദ്യ പരീക്ഷ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സഭാനാഥനാകാൻ ശക്തൻ. ആദ്യ പരീക്ഷണം വെള്ളിയാഴ്ചത്തെ മാണി ബഡ്ജറ്റ് വേളയിൽ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രക്ഷോഭ വെല്ലുവിളി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് അവകാശവാദവുമായി കേരള കോൺഗ്രസ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ ചർച്ച നാളെ പൂർത്തിയാകും. പ്രക്ഷോഭത്തിന് മൂർച്ച കൂട്ടാൻ പ്രതിപക്ഷം. ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ മാണിയെ സഭയിൽ പ്രവേശിപ്പിക്കില്ലെന്ന് മുന്നറിയിപ്പ്. നേരിടാനൊരുങ്ങി മുഖ്യനും കൂട്ടരും. അവസാന മിനുക്കുപണികളിൽ ധനമന്ത്രി. പ്രതിപക്ഷ ഭീഷണിയിൽ മുട്ടുമടക്കില്ല. സഭാംഗമായി 50 ആണ്ട് പൂർത്തിയാക്കിയ മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് 13ാം തവണ. അനുമതിയായിട്ടും അകലുന്ന കാപ്പ. മുഹമ്മദ് നിസാമിനെതിരെ കാപ്പ ചുമത്തുന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം ഇനിയും വൈകുമെന്ന് സൂചന. കാപ്പ ചുമത്തിയാൽ 6 മാസത്തേക്ക് ജാമ്യമില്ല. ജയിലിൽ കഴിയുന്ന പ്രതിക്കുമേൽ ഇപ്പോൾ കാപ്പ ചുമത്തണോ ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിൽ മതിയോ എന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നത. നിലവിൽ കാപ്പ ചുമത്താൻ പരിഗണിച്ചത് 6 കേസുകൾ. ചന്ദ്രബോസ് വധക്കേസ് പ്രതി നിസാമിനെതിരെ കാപ്പ ചുമത്താൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയത് ഇന്നലെ. കമ്മീഷണറുടെ അപേക്ഷയിൽ അനുമതി വൈകിയത് നിയമോപദേശത്തിനു വന്ന കാലതാമസം. കാപ്പയുടെ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് നിർണായകം. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞത് ജാമ്യവേളയിൽ മാത്രമേ പ്രതിക്കുമേൽ കാപ്പ ചുമത്താനാവൂ എന്ന്. മിൽസ് ഓഫ് ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.